ഹായ് ഗായ്സ്, എൻ്റെ പേര് ജീമോൾ ആൻഡ് എൻ്റെ പ്ലേസ് ആലപ്പുഴയാണ്. ഞാൻ ലാസ്റ്റ് ഒരു 5 years ആയിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ സൃഷ്ടി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. സോ ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് യൂട്യൂബ് വീഡിയോ ആണ്. ആൻഡ് ഞാനൊരു ലാസ്റ്റ് 2-3 years ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷേ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. സോ ഇത്ര നാളെ ഞാനൊന്നും ചെയ്യാതിരുന്നു. ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം ഇരുന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നി, ലൈക്ക് ഇപ്പം എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നിങ്ങനെ തോന്നി. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അവൻ എന്നെ സപ്പോർട്ട് ചെയ്തു. നീ ചെയ്യ്, നല്ലതാണ് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. സോ അപ്പോൾ തന്നെ ഞാനും അവനും കൂടി ചേർന്നിരുന്നിട്ട് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. സോ ഈ സെയിം പേരിൽ തന്നെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഡു ഫോളോ. ആൻഡ് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സോ സെയിം ഡേയിൽ തന്നെ ഒരു യൂട്യൂബ് ചാനലും സ്റ്റാർട്ട് ചെയ്തു. സോ ഞാനൊരു 2-3 ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങളൊക്കെ ഒന്ന് കാണുക. ആൻഡ് ഇനി മുതൽ അങ്ങോട്ട് ഞാൻ ലെങ്തി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നെ, എല്ലാവരും വീഡിയോസൊക്കെ കാണുക. സോ ഇപ്പം ഞാനൊരു ജസ്റ്റ് നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ നടക്കുകയല്ലേ. സോ ലൈക്ക് ഇന്ന് മിഡ്നൈറ്റിലായിരിക്കും നടക്കുന്നത്. സോ അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയിലൊരു ജേഴ്സി ഡേ ഉണ്ടായിരുന്നു, ഫ്രൈഡേ. ഐ തോട്ട് ഓക്കെ, എന്തുകൊണ്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തുകൂടാ എന്ന്. സോ നമുക്ക് ഈ ഫ്രൈഡേ ഒരു ലൈക്ക് ജേഴ്സി ഡേ നടന്നിട്ടുണ്ടായിരുന്നു ഓഫീസിൽ. ജേഴ്സി ഡേയുടെ കൂടെ തന്നെ വേറൊരു ചെറിയൊരു ഫംഗ്ഷനും കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ മൈൻഡിലൊരു തോട്ട് വന്നു. സോ ആ വീഡിയോ ആയിരിക്കും നിങ്ങളിപ്പം ഇനിയും ബാലൻസ് ആയിട്ട് കാണാൻ പോകുന്നത്. സോ അതിനകത്തിൽ നിങ്ങൾക്ക് ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു പ്രോഗ്രാം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കമ്പനിയിൽ അഭിനേഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. അഭിനേഷിൻ്റെ ഒരു ബുക്കിൻ്റെ കവർ ലോഞ്ച് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ചെറിയ സെറമണി ഉണ്ടായിരുന്നു. അതൊരു വലിയ ഹാപ്പിനെസ് ആയിരുന്നു ഫോർ അഭിനേഷ് ആൻഡ് ഫോർ ദ എൻ്റയർ സൃഷ്ടി ഫാമിലി. സോ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് അതിനകത്തിൽ കാണാൻ പറ്റുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ജേഴ്സി ഡേനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ലൈക്ക് ഫിഫ വേൾഡ് കപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വിസ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ കുറച്ച് ഫണ്ണായിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അതൊക്കെ ഇതിനകത്തിൽ കാണാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ജേഴ്സി ഡേ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് തൊട്ടുള്ളൊരു വീഡിയോ നിങ്ങളിതിൽ പ്രതീക്ഷിക്കരുത്. കാരണം ഞാൻ രാവിലെ ഇവിടുന്ന് റെഡിയായി പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, നീ വീഡിയോ എടുക്കുന്നില്ലേന്ന് ചോദിച്ചു. അങ്ങനെയാണ് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഓക്കെ, ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴാണ് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആദ്യത്തെ വീഡിയോസൊന്നും നിങ്ങൾക്ക് കാണില്ല, അതായത് സ്റ്റാർട്ടിങ് ഓഫീസിൽ ചെന്ന വീഡിയോസും അങ്ങനത്തെ വീഡിയോസൊന്നും നിങ്ങൾക്ക് ഇതിനകത്തിൽ കാണാൻ പറ്റത്തില്ല. ബാക്കി ആ ഒരു പ്രോഗ്രാമിൻ്റെയും ബാക്കി ജേഴ്സി ഡേ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്തിൽ കാണാൻ പറ്റുക. സോ ഇനി മുതൽ വരുന്ന വീഡിയോസിൽ ഞാൻ എല്ലാം, അതായത് സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഐ ഹോപ്പ് എല്ലാവർക്കും എൻ്റെ ഈ ലൈക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇതാണ് അഭിനേഷിൻ്റെ ബുക്ക് കവർ ലോഞ്ചാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അഭിനേഷിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹവും സ്വപ്നവുമാണ് ഈ ഒരു നിമിഷം ഇവിടെ നടക്കുന്നത്. ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, എൻ്റെ കൊളീഗ്സാണ്. ഇനിയുണ്ട് കുറേ പേര്, അവരെല്ലാം വർക്ക് ഫ്രം ഹോമാണ്. ആൻഡ് 3 പേരായിരുന്നു ഗസ്റ്റായിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ 3 അല്ല 4 പേരുണ്ട്. ഈ 3 പേരെന്ന് ഞാൻ പറഞ്ഞത് അഭിനേഷിൻ്റെ ഈ ജേണിയിൽ ത്രൂ ഔട്ട് അഭിനേഷിന് സപ്പോർട്ടായിട്ടും അഭിനേഷിന് എല്ലാ ഗൈഡൻസും കൊടുത്ത് അഭിനേഷിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ 4ാമത് പറഞ്ഞ ആൾ ഞങ്ങളുടെ കമ്പനിയുടെ CEO ആണ്, സാറാണ് ഈ ഇരിക്കുന്നത്. സാറും ഒരുപാട് അഭിനേഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അഭിനേഷിനെ സംബന്ധിച്ച് അഭിനേഷിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത്രയും സന്തോഷത്തിലും അത്രയും കാര്യമായിട്ടാണ് അഭിനേഷിന് വേണ്ടി ഇവിടെ എല്ലാവരും ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമുക്ക് വന്നതിൽ 2ാമത്തെ ഗസ്റ്റ്. ആദ്യത്തെ ഗസ്റ്റിനെ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഈ ഒരു പുള്ളിക്കാരൻ്റെ ലൈക്ക് സംസാരം, ആൾ പറയുന്ന കാര്യങ്ങൾ, ഇതാണ് അഭിനേഷ് കേട്ടോ. പറയുന്ന കാര്യങ്ങൾ ലൈക്ക് നമ്മളെല്ലാം മലയാളത്തിൽ ഇങ്ങനെ വാക്കുകളുണ്ടോ എന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ വാക്കുകളാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് എല്ലാം. പുള്ളിക്കാരൻ ഭയങ്കര ഫണ്ണായിരുന്നു. പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര നന്നായിട്ടാണ് പറയണം, പക്ഷെ ഭയങ്കര ഫണ്ണായിരുന്നു. നിങ്ങൾ ഈ ഒരു പോർഷൻ ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ പുസ്തകത്തിൽ എഴുതി വാക്കുകളെ വിസ്മയമാക്കിയ നമ്മുടെ അഭിനീഷിന്റെ വലിയൊരു ഇവന്റ് ആണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ചെറിയ വാക്കുകളാണ് ഇവിടെ സംസാരിക്കാൻ.
എത്രയാണ് മലയാളം എനിക്കറിയത്തില്ല. എന്നാലും കാരണം ഇത്രയും കടുകട്ടിയുള്ള വർക്കുകൾ അഭിനയിച്ചിട്ട് എഴുതുന്ന ആരെയും കുറ്റം പറയാൻ പറ്റും. നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പഠിക്കാതെ എഴുതും. അപ്പൊ നാട്ടിലല്ലേ കാണും അദ്ദേഹത്തിന്റെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതൊന്ന് വായിച്ചിട്ട് നമുക്ക് പ്രകാശിച്ച് കണക്കാക്കാം. പുള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൽപ്പനകളിലാണ് കവിതയുടെ കരുത്ത് നിർഭരമാകുന്നത്. കൽപ്പന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സങ്കല്പം, ഭാവന. സാധാരണ ശുഭിത കരുണ ചിത്തങ്ങളിലാണ് അതിന്റെ സമൃദ്ധി കാണുന്നത്. പോലെയുള്ള ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ ഭയങ്കര ഫണ്ണായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് അറിവുകളുള്ള ഒരാളാണ്. സോ ഇപ്പം നടക്കുന്നത് അഭിനേഷിൻ്റെ ബുക്കിൻ്റെ കവർ ലോഞ്ചാണ്. ഇപ്പം ഈ ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അഭിനേഷിനെ ഈ ഒരു ജേർണിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ അഭിനേഷിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അഭിനേഷിൻ്റെ ലൈഫിൽ അഭിനേഷിന് അത്രയും ഓർക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. ഈ കൂടെ നിൽക്കുന്ന എല്ലാവരും അവൻ അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ്. സോ അഭിനേഷിൻ്റെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഓഫീസിലുണ്ടായിരുന്ന എല്ലാവരും അവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇത് എപ്പോഴും ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. അഭിനേഷിൻ്റെ ബുക്കൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് വായിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനേഷിൻ്റെ സന്തോഷത്തിന് ഒരു ചെറിയ മധുരം അഭിനേഷ് എല്ലാവർക്കും വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അഭിനേഷിൻ്റെ ഈ വലിയ സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിനേഷ് ഒരു ട്രീറ്റ് തന്നിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും സ്വീറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഫ്രെയിമിൽ നിങ്ങൾക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, എൻ്റെ ലൈഫിൽ എനിക്ക് പ്രിയപ്പെട്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കുറേ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞു. ദെൻ അടുത്തത് നമുക്ക് ജേഴ്സി ഡേയുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അജയും രേവതിയും ചേർന്നിട്ടാണ്. ഇവർ രണ്ടുപേരുമായിരുന്നു ഈ എൻ്റെ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്തതും ഹോസ്റ്റ് ചെയ്തതും എല്ലാം. സോ അവർക്ക് രണ്ടുപേർക്കും വലിയൊരു താങ്ക് യു. ആൻഡ് ഈ ഒരു പ്രോഗ്രാം ഈ കമ്പനിയിൽ ഇങ്ങനൊരു രീതിയിൽ നടത്താൻ അതിന് ബാക്കിയുള്ള കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം കൊടുത്ത സാറിനും ഒരുപാട് താങ്ക് യു. ആൻഡ് നമുക്ക് ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു ഫസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സൗണ്ട് എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്ക്രീനിൽ കാണിച്ചത് ആരുടെ ഫോട്ടോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടുണ്ടായ സൗണ്ടാണത്. നമ്മുടെ കമ്പനിയിൽ കൂടുതലും ലൈക്ക് രണ്ട് ടീമിനും, പോർച്ചുഗലിനും അർജൻറ്റീനയ്ക്കും ഒരുപാട് ഫാൻസ് ഉണ്ട്. പക്ഷേ സൗണ്ട് കൂടുതലുള്ള ഫാൻസ് പോർച്ചുഗലിനായിരുന്നു. ഇതിനകത്തിൽ ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ്റെ വിന്നേഴ്സിനെ കാണാൻ സാധിക്കും. അതിനകത്തിൽ എൻ്റെ പേരും ഉണ്ട്. എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് 3rd പ്ലേസ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാനൊന്ന് ചെറുതായിട്ട് ഓപ്ഷൻ ഒന്ന് മാറിക്കുത്തി, കറക്റ്റ് ആൻസർ അറിയാമാഞ്ഞിട്ടും എൻ്റെ കൂടെ ഇരിക്കുന്നവർ എനിക്ക് പറഞ്ഞു തന്നിട്ടും ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി കുത്തിയത് കൊണ്ട് മാത്രം 3rd പ്ലേസ് ആയിപ്പോയി. നെക്സ്റ്റ് ടൈം നമുക്കത് ശരിയാക്കാം, പ്രശ്നമില്ല. ഈ ഇരിക്കുന്ന റെഡ് ടീഷർട്ട് ഇട്ട ആളാണ് ഞാൻ. സോ ഈ ഒരു പ്രോഗ്രാം ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര ഫണ്ണായിരുന്നു. ആൻഡ് ഈ ക്വിസ് കോമ്പറ്റീഷന് ശേഷം നടത്തിയൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ഫ്ലാഗ്സ് കാണിച്ചിട്ട് നമ്മൾ ഏത് ഫ്ലാഗാണെന്ന് പറയണം. അത് ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊന്നുമല്ല, കോമൺ ആയിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് പറയാം, നമുക്ക് വിളിച്ച് പറയാം. അങ്ങനെയാണ്. എനിക്ക് വളരെ കുറച്ച് കൺട്രീസിൻ്റെ ഫ്ലാഗിൻ്റെ ഇത് മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ. അതുകൊണ്ട് അറിയാവുന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അറിയാത്ത ഒരുപാട് പുതിയ ഫ്ലാഗ്സ് ഞാൻ കണ്ടു. എനിക്ക് പുതിയ ഫ്ലാഗ്സ് ഞാൻ കണ്ടു. ആൻഡ് നമുക്ക് ഗെയിംസ് ആയിരുന്നു, ഗോൾ കിക്ക് ഗെയിംസ് ആയിരുന്നു. ഫസ്റ്റ് നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് തന്നത് നമ്മുടെ CEO ആയിരുന്നു, കൃഷ്ണദാസ് സാറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഗോൾ അടിക്കാൻ നിൽക്കുന്നത് ഞാനാണ്. എൻ്റെ ഒരു വാവ് ഗോളായിരുന്നു അത്. എന്നെ പൊക്കി പറയാൻ എനിക്ക് വേറെ ആരും വേണ്ട. എൻ്റെ ആ ഒരു ഗോൾ വാവുമായിരുന്നു. ഇത് പുലരീനെ ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പേഴ്സണാണ് പുലരി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പനിയിലെ ഓരോ ആൾക്കാർ, ഒരുപാട് പേര് ആക്ച്വലി ഗോൾ കിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിനകത്തിൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടേത് മാത്രമാണ് ഇടുന്നത്. ഇത് അഖിലേട്ടനും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. നമ്മുടെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. പക്ഷേ അത്രയും അസിസ്റ്റൻറ്റ് മാനേജർ എന്നൊരു രീതിയിലൊന്നുമല്ല പുള്ളി നിൽക്കുന്നത്. പുള്ളിക്കാരി ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഗോൾ ചെയ്യാൻ വരുന്ന ആൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജിഷ്ണു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട് കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ. അതാണ് ജിഷ്ണു. ഇത് ജിഷ്ണുവും കൊച്ചും ആക്ച്വലി നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എന്തുകൊണ്ടോ അവരുടെ കിക്ക് പോസ്റ്റ് കയറിയില്ല. അടുത്ത വേൾഡ് കപ്പിൽ നമുക്ക് ഇവരെ രണ്ടുപേരെ ഓരോ ഗോൾ വെച്ച് കാണാം. അടുത്തൊരു കിക്കോട് കൂടി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സോ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ടാറ്റാ, ബൈ ബൈ ഗായ്സ്.